നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം പാലായിൽ കുടിവെള്ള പദ്ധതിയുടെ കിണറിന് ആഴം കൂട്ടുന്നതിനിടെ മണ്ണിടിഞ്ഞ് കിണറിനുള്ളിൽ കുടുങ്ങിയ തൊഴിലാളിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കമ്പം സ്വദേശി രാമനാണ് മരിച്ചത്. 6 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇദ്ദേഹത്തെ പുറത്തെടുക്കുമ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കിണറിന്റെ ആഴം കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്കിടെയാണ് മണ്ണിടിഞ്ഞ് തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളി കിണറിനുള്ളിൽ കുടുങ്ങിയത്. കിണറിനടിയിലെ പാറ പൊട്ടിക്കുന്നതിനായി സ്ഫോടനം നടത്തിയപ്പോൾ കിണറിനുള്ളിലെ കോൺക്രീറ്റ് റിങ്ങുകൾക്ക് ഇളക്കം തട്ടി. പിന്നാലെ തൊഴിലാളികൾ കിണറിനുള്ളിൽ ഇറങ്ങിയപ്പോൾ മണ്ണിടിഞ്ഞു. 4 പേരാണ് കിണറിനുള്ളിൽ ഇറങ്ങിയത്. ഇവരിൽ 3 പേർ രക്ഷപ്പെട്ടു. എന്നാൽ കമ്പം സ്വദേശി രാമൻ മണ്ണിനടിയിൽ കുടുങ്ങുകയായിരുന്നു. മണ്ണിനൊപ്പം കല്ലുകളും രാമന്റെ ദേഹത്ത് പതിച്ചിരുന്നു. കിണറിനകത്തേക്ക് ശക്തമായ ഉറവ എത്തിയതിനെ തുടർന്ന് മണ്ണ് കുതിർന്ന് ചെളിയായി മാറി. ഇതും രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. പാലായിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകളും ഈരാറ്റുപേട്ടയിൽ നിന്നും ടീം എമർജൻസി കേരള അംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരുന്നു. 3 മണ്ണുമന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് 6 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാമനെ പുറത്തെടുക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മൃതദേഹം പാലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പാലാ RDO KP ദീപ, DYSP K സദൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പാലക്കാട് വട്ടോത്ത് ഭാഗം കുടിവെള്ള പദ്ധതിയുടെ കിണറാണ് ഇടിഞ്ഞത്. 20 അടിയോളം താഴ്ചയുള്ള കിണർ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ചിലവഴിച്ച് ആഴം കൂട്ടുന്നതിനിടെയായിരുന്നു അപകടം. രാമപുരം സ്വദേശി കരാർ എടുത്ത ജോലിയുടെ ഉപകരാർ എടുത്തെത്തിയ സംഘത്തിലെ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. അവസ്ഥയല്ലേ, മൊത്തം ഒടിഞ്ഞു ഉറുകിപ്പോയി. ആരാമലി ഇതുകൊണ്ട് ചന്തിന്റെ അവിടെ കണ്ട ഒരു പാട് കണ്ടോ. ഇറക്കല ഞാൻ ഇറക്കല. ഞാനൊന്നും മുടങ്ങുമല്ലോ, ഇത്ര നേരമായത്. 1:30 മണിക്ക് സംഭവിച്ച ചേട്ടനെ വിളിക്കുന്നു. മടക്കുമ്പോ മേത്തുമുണ്ടല്ലോ. ഇല്ല, മടക്കേല 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 മാത്രമേ കൈ മടക്കല്ലേ, ബക്കറ്റ് മടക്കല്ലേ. അല്ല, അങ്ങോട്ട് ഒരു ചുറ്റും മടക്കിയാൽ കുഴപ്പമില്ല. കൈ ബക്കറ്റ് മടക്കല്ലേ. അതെ പുറകെ തോർത്ത് അടുത്തോ അടുത്തോ. പയ്യ പൊക്കണം, പയ്യ പയ്യ. ആ പയ്യ പയ്യ പൊക്കിയോ. അതാ കറക്റ്റായിട്ട് എടുത്തോളൂ. പിന്നെ ഒന്നും സംഭവിക്കില്ല, ഞാൻ മടങ്ങിയത്. അല്ല, അവരാ മെഷീൻ അങ്ങ് പുറകോട്ട് എടുത്തോളും. ഇല്ലെന്നേ, ഒന്നുമില്ല എൻ്റെ പൊന്നെ. ആ മെഷീനാ പോവുള്ളൂ, കൈ മടങ്ങിയല്ല. മടിയിലാണെങ്കിൽ വണ്ടി ഇട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം.
കുട്ടാ കൈ അവിടെ വെക്കരുതെന്ന് പറയാം എക്സ്കവേറ്റർ അവിടെ ഇടിഞ്ഞു പോകും. ആ